നടിയും നർത്തകിയുമായ താര കല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കിടേഷ്. ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ അർജുൻ സോമശേഖറാണ് സൗഭാഗ്യയുടെ ഭർത്താവ്. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് മനോഹരമായി കൽപ്പനയുടെ അടക്കം കോമഡി സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു സൗഭാഗ്യ. അങ്ങനെയാണ് സൗഭാഗ്യയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഡബ് സ്മാഷ് വീഡിയോ മാത്രമല്ല, ഇടയ്ക്ക് അർജുനൊപ്പം നൃത്ത വീഡിയോയും ചെയ്ത് സൗഭാഗ്യ എത്താറുണ്ട്. പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ അർജുനും സൗഭാഗ്യയും ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും തിരിഞ്ഞു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും നിറവയറിൽ നൃത്തം ചെയ്ത് വീഡിയോകൾ പങ്കിടാറുണ്ടായിരുന്നു സൗഭാഗ്യ. അന്നും ഇന്നും എല്ലാത്തിനും പിന്തുണയുമായി അർജുനുമുണ്ട്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇപ്പോൾ താര കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നിട്ടാണ്. തന്റെയും കുടുംബത്തിന്റെയും വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിൽ നിരന്തരം പങ്കുവയ്ക്കാറുള്ള സൗഭാഗ്യ പങ്കുവച്ച ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ വൈറലായത്. മകൾ സുദർശന ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ മകളെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താരം ഈ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനാണ് ചിത്രം പകർത്തിയത്. സുദർശനയുടെ ചിത്രം വൈറലായതോടെ മകൾക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് കമന്റ്സുകൾ കുറിക്കുന്നത്. സുധാപ്പുവിന് എന്തു പറ്റി എന്നാണ് ഏറെയും കമന്റ്സുകൾ. മകളെ സുധാപ്പു എന്നാണ് സൗഭാഗ്യയും കുടുംബാംഗങ്ങളും വിളിക്കുന്നത്. എന്നാൽ ആരാധകരുടെ ചോദ്യങ്ങളോടൊന്നും സൗഭാഗ്യ പ്രതികരിച്ചിട്ടില്ല. മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നെന്നും നിരവധി പേർ സൗഭാഗ്യയെ ആശ്വസിപ്പിച്ചു കുറിച്ചിട്ടുണ്ട്. സുദർശനെയും അമ്മയെയും അച്ഛനെയും അച്ഛമ്മയെയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ്. എവിടെ പോയാലും ആളുകൾ ഓടിക്കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴായി താര കല്യാൺ തന്നെ പറയാറുണ്ട്. സുദർശനിയും നൃത്തം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അടുത്തിടെയായിരുന്നു നിലച്ചുപോയ ശബ്ദത്തിന് തിരിച്ചുവരവിനായി നടി താര കല്യാൺ ഒരു സർജറിക്ക് വിധേയായത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ കിട്ടിയത്. ഇപ്പോൾ വ്യക്തമായ ശബ്ദത്തിൽ സംസാരിക്കാൻ താരയ്ക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, സീരിയൽ അഭിനയത്തിൽ സജീവമാണ് താര കല്യാൺ. മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായും അടയുന്ന അവസ്ഥയായിരുന്നു താരയ്ക്ക്. കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയിഡിന്റെ ശസ്ത്രക്രിയ നടത്തി. എന്നിട്ട് ശബ്ദത്തിൽ മാറ്റമുണ്ടായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത്. തലച്ചോറിൽ നിന്ന് ശബ്ദ പേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന രോഗമാണിത്.